കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നീങ്ങാമെന്ന വാക്കുകൾക്ക് നന്ദി പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി മറുപടി ചിരിയിൽ ഒതുക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. ആ ചിരിയുടെ അർത്ഥം എന്തെന്ന് എല്ലാവർക്കും അറിയാം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുന്ന പ്രധാനമന്ത്രി യാത്രയാക്കാൻ പോയപ്പോഴായിരുന്നു ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അവസാനം പറഞ്ഞു, സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് വികസന കാര്യങ്ങളിൽ ഏകോപിതമായി നീങ്ങണം. അതിന്റെ തെളിവാണിത് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തെ യാത്രയാക്കാൻ എയർപോർട്ടിൽ പോയപ്പോൾ അവസാനം വിമാനത്തിൽ കയറുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇവിടെ വന്നതിന് നന്ദി, അതോടൊപ്പം അവസാനം പറഞ്ഞ വാചകത്തിനും നന്ദി. കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് വികസന കാര്യങ്ങൾക്ക് ഏകോപിതമായി നീങ്ങണം എന്ന് പറഞ്ഞതിന് പ്രത്യേക നന്ദി എന്ന് പറഞ്ഞു. മറുപടി പറഞ്ഞില്ല. വലിയൊരു ചിരിയായിരുന്നു മറുപടി. എന്തുകൊണ്ടാണ് ചിരിയിൽ ഒതുക്കിയത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, പ്രധാനമന്ത്രി വികസിത കേരളത്തെക്കുറിച്ച് പിന്നീട് ജയ് കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിക്കുന്നത് നമ്മൾ അന്ന് കണ്ടതാണ്. ഇപ്പോൾ ഈ ചിരിക്ക് പല അർത്ഥങ്ങളുണ്ട്, അത് അത്ര പോസിറ്റീവ് അല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. തീർച്ചയായും അനുജ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരോക്ഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുക തന്നെയാണ് ഇന്ന് പാലക്കാട് നടന്ന ജില്ലാ അവലോകന യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് നേരത്തെ അനുജ് സൂചിപ്പിച്ച പോലെ ജയ് കേരളം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നീങ്ങാമെന്ന് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു. അതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി പറഞ്ഞത്. അത് അദ്ദേഹത്തെ യാത്രയാക്കാൻ എയർപോർട്ടിൽ പോയപ്പോഴായിരുന്നു. നല്ല വാചകത്തിന് നന്ദി, നമുക്ക് ഒരുമിച്ച് നീങ്ങുക തന്നെ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പക്ഷേ അത് വലിയൊരു ചിരിയിൽ ഒതുക്കി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ ചിരിയുടെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്നാണ്. അതിനുശേഷം നമ്മുടെ കടം വലിയ കടമാണ്, പൊതുകടം വലിയ കടമാണ് എന്ന് ചിലർ കൃത്യമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രചാരണമുണ്ടായി. കേന്ദ്രം നമ്മളെ വലിഞ്ഞു മുറുക്കുകയാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലെ വാചകങ്ങൾ. എന്തായാലും ഉദ്ഘാടന പ്രസംഗം അല്പസമയം മുൻപ് അവസാനിച്ചു. ഇപ്പോൾ ജില്ലാതല അവലോകന യോഗത്തിലും അതുപോലെ തന്നെ പൗരപ്രമുഖരുമായും കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി റാലി നടക്കും LDF-ന്റെ. അതിൽ മന്ത്രിമാരടക്കം എല്ലാവരും തന്നെ പങ്കെടുക്കും. പാലക്കാട് കോട്ട മൈതാനത്താണ് ഈ റാലി നടക്കുന്നത്. ശരി, പ്രധാനമന്ത്രിക്ക് പരോക്ഷ വിമർശനവുമായാണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്.